നമ്മുടെ Q1 റിസൾട്ടിന്റെ പുതിയ അപ്ഡേറ്റ്സുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് റിസൾട്ടുകളൊക്കെ മാത്രമാണ് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അധികമൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അടുത്ത ആഴ്ച അവസാനമാകുമ്പോഴേക്കും ഒരുപാട് നല്ല റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫണ്ടമെന്റൽ അനാലിസിസും റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൈമറി അനാലിസിസും മാത്രമാണ് നടത്തുന്നത്. ശരിക്കും നമ്മുടെ നോളജ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ആയിരിക്കും നമ്മൾ മാർക്കറ്റിൽ നിന്നുണ്ടാകുന്ന സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് മൾട്ടിബാഗറെ കണ്ടെത്താനും അതുപോലെ തന്നെ ഷോർട്ട് ടൈമിൽ നല്ല ഗെയിൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്താണ് കമ്പനി എന്നും അവരുടെ പ്രൊഡക്റ്റ് എന്താണെന്നും ബിസിനസ് എന്താണെന്നും എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനാണ് ഐറിസ് സ്റ്റോക്ക് അക്കാഡമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റിസൾട്ട് മാത്രം ഈ വന്നിരിക്കുന്ന റിസൾട്ട് മാത്രം ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം അവന്യൂ സൂപ്പർ മാർക്കറ്റാണ് കഴിഞ്ഞ ദിവസം വന്നിരുന്നതാണ് റിസൾട്ട്, സാറ്റർഡേ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ ഒരു ഫണ്ടമെന്റൽ നമ്മൾ നോക്കുമ്പോൾ ഫണ്ടമെന്റൽ ROC ഒക്കെ അത്ര പോരാ, കുറച്ചൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, താഴോട്ട് 5 വർഷത്തെ ആവറേജിനെ കഴിഞ്ഞും കുറച്ച് താഴോട്ടാണ് നിൽക്കുന്നത്. 17.19 ROE നോക്കുമ്പോൾ 13.66 5 വർഷത്തെ, 13.55 ആണ് 3 വർഷത്തെ, 12.95 ആണ് ലാസ്റ്റ് ഇയറിൽ. ഓക്കെ, PE റേഷ്യോ നോക്കുന്നിടത്തേക്കും നമുക്ക് 37.08 ആണ് അതിൻ്റെ ഇൻഡസ്ട്രി PE, 85 ആണ് നിൽക്കുന്നത്. ആ സെക്ടറിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, ഇൻട്രൻസിക് വാല്യൂ 1052 ആണ്, ബുക്ക് വാല്യൂ 375 ആണ്, മാർക്കറ്റ് റേറ്റ് 3994 ആണ്. ഓക്കെ, ഇനി ഇവർ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ സെയിൽസിൽ നമുക്ക് ടോപ്പ് ലൈൻ ഗ്രോത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ ജൂണിൽ 16,360 കോടിയായിരുന്നെങ്കിൽ ഇപ്പോൾ 18,795 കോടി രൂപ ടോപ്പ് ലൈൻ ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സെയിൽസ് പെർസെൻറ്റേജിൽ നോക്കുന്നത് ഇപ്പോൾ 14.88% സെയിൽസ് കൂടിയിരിക്കുന്നത്. എക്സ്പെൻസ് നോക്കുമ്പോൾ അത് നമുക്കൊരു 17,295 കോടി എക്സ്പെൻസ് വന്നിട്ടുണ്ട് ടോട്ടൽ. അപ്പം നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 1,499 കോടിയാണ് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 1,299 1,499 ആയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ 1,211 1,499 വന്നിട്ടുണ്ട്. നിലവിൽ ഏറ്റവും നല്ല റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇയർ ഓൺ ഇയറും ക്വാർട്ടർ ഓൺ ക്വാർട്ടറും OPM മാർജിൻ 8 മെയിൻറ്റെയിൻ ചെയ്യുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ചെറിയൊരു വ്യത്യാസം 7-ന് 8% ആയിട്ട് കൂടിയിട്ടുണ്ട്. അതർ ഇൻകം 26% ഉണ്ട്. അപ്പോൾ അതർ ഇൻകം നമ്മുടെ ഒരു വലിയ കൺസേൺ ഒന്നുമല്ല. ഓക്കെ, അതർ ഇൻകം എപ്പോഴും ഉണ്ടാവണം നിർബന്ധമില്ല. എന്തായാലും നെറ്റ് പ്രോഫിറ്റ് നമുക്കിവിടെ 773 കോടി രൂപയെന്ന് ഇയർ ഓൺ ഇയർ നോക്കും 860 കോടിയായിട്ടും, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 656 കോടിയിൽ നിന്ന് 860 കോടിയായിട്ടും കൂടിയിട്ടുണ്ട്. EPS 11.8 ആയിട്ട് നിന്ന് 13.19 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സെയിൽസ് ഗ്രോത്ത് നോക്കും. 16% ഇപ്പോൾ ലാസ്റ്റ് 12 മാസത്തെ സെയിൽസ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. 13% പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇക്വിറ്റി ക്യാപിറ്റലിൽ ചെറിയ രീതിയിൽ ഒരു ഡൈല്യൂഷൻ വന്നിട്ടുണ്ട്. അത് വലിയ കാര്യമൊന്നുമല്ല. നല്ല റിസർവ് ഉള്ള കമ്പനിയാണ്. 23,812 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. ഓക്കെ, ബോറോവിങ്സ് അതനുസരിച്ച് കൂടിയിട്ടുണ്ട്. 2,425 കോടി രൂപയുടെ ബോറോവിങ്സ് മാത്രമാണ് അവർക്കുള്ളൂ. എന്തായാലും ക്യാപെക്സ് നല്ല രീതിയിൽ കമ്പനി ഇപ്പം മുടക്കുന്നുണ്ട്. 1,300 കോടി രൂപ എന്ന് പറയുന്ന അവരുടെ എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ക്യാപെക്സ് ആണ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ ഇനി വരുന്ന ക്വാർട്ടറുകളിലും ഒക്കെയാണ് അത് വരാൻ പോകുന്നത്. ഓക്കെ, ക്യാഷ് ഫ്ലോ ഒക്കെ ആവശ്യത്തിന് ക്യാഷ് 3,467 കോടി രൂപ ആവശ്യത്തിന് ക്യാഷ് അവരുടെ കയ്യിലുണ്ട്. അതുപോലെ റേഷ്യോസും നല്ല റേഷ്യോസ് ആണ്. അതായത് അവർ മുടക്കുന്ന പൈസ ക്യാഷ് കൺവെൻസിങ് സൈക്കിൾ 29 ആണ്. അതും ഒരു ബെറ്റർ ഫിഗർ തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പം FII ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്, DIIC ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്, പബ്ലിക്കിൻ്റെ കയ്യിൽ കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. അത് ഒരു നല്ല സൈനാണ്. ഓക്കെ, അവരുടെ PPക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഏണിങ്സ് കോളും അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അതോടെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കമ്പനിയുടെ ഫ്യൂച്ചർ ഗൈഡൻസ് എന്താണെന്ന്, അടുത്ത ക്വാർട്ടർ H1 H2 ഹാഫ് ഇയർ 1 ഹാഫ് ഇയർ 2 എങ്ങനെ പെർഫോം ചെയ്യും, FY27 എന്തായിരിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി ഏകദേശ ധാരണ കിട്ടത്തുള്ളൂ. അടുത്തത് LTM ലിമിറ്റഡ് ആണ്. നമുക്കെല്ലാം അറിയാം IT കമ്പനിയാണ്. 21.8 ആണ് അതിൻ്റെ PE റേഷ്യോ വരുന്നത്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ITക്ക് വളരെ മോശപ്പെട്ട ഒരു സമയമാണ്. TCS ഇൻഫോസിസ് അടക്കം എല്ലാ മുൻനിര ഓഹരികളും ഇതേപോലെയൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും ROC 5 വർഷത്തെ നോക്കുമ്പോൾ 34 നിന്ന് 29 ആവുന്നു, അവിടുന്ന് 29 ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. ROE ഇതുപോലെ 25 നിന്ന് 23 ആവുന്നു, 23 സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഇൻഡസ്ട്രി PE കഴിഞ്ഞ് താഴെയാണ് നിൽക്കുന്നത്. അതുപോലെ ഇൻട്രൻസിക് വാല്യൂ 3,256 കോടി രൂപ എന്ന് പറയുന്ന മാർക്കറ്റ് റേറ്റ് 4,124 കോടി. അപ്പം ജസ്റ്റിഫൈഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവരുടെ സെയിൽസ് നോക്കുമ്പോൾ 9,840 കോടിയാണ് കഴിഞ്ഞ ജൂണിലുണ്ടായിരുന്നത്. ഇപ്പോൾ 11,608 കോടിയായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്രൈസിസിന്റെ സമയത്തും അവരൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിട്ടേൺ ആണ് ഇപ്പോൾ ക്ലയൻസും കമ്പനി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈ പറഞ്ഞ പോലെ 1,649 കോടിയിൽ നിന്ന് 2,061 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. OPM മാർജിൻ 17-ന് 18 കൂടി. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും OPM ഗ്രോത്തും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതർ ഇൻകം 255 കോടി രൂപ വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ 1,255 കോടി രൂപയെന്ന് 1,469 കോടിയായിട്ട് നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. അതുപോലെ
ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ 1387 1490. അപ്പോൾ ഇയർ ഓൺ ഇയറും ക്വാർട്ടർ ഓൺ ക്വാർട്ടറും നല്ല റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ റിഫ്ലക്ഷൻ EPS കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ സെയിൽസ് ഗ്രോത്ത് നോക്കുമ്പോൾ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 14%, 19% പ്രോഫിറ്റ് ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. ഇക്വിറ്റി ഡൈല്യൂഷൻ ഒന്നുമില്ല, വളരെ സേഫാണ്. റിസർവ് 23,995 കോടി രൂപ. അത് വെച്ച് നോക്കുമ്പോൾ ബോറോവിങ്സ് ഇല്ല എന്ന് തന്നെ പറയാം. 2,310 കോടി രൂപയാണ് അവർക്ക് വരുന്ന മൊത്തം ബോറോവിങ്സ്. ക്യാപിക്സിന് ഇതുപോലെ നല്ല രീതിയിൽ ക്യാപിക്സ് ഇറക്കുന്നുണ്ട്. അപ്പം പുതിയ പുതിയ പ്രൊജക്റ്റുകളും പുതിയ കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്യാഷ് ഫ്ലോ, ഡീസന്റ് ക്യാഷ് ഫ്ലോ ആണ് അവർക്കുള്ളത്. ക്യാഷ് കൺവേഴ്സിംഗ് സൈക്കിളിൽ ചെറിയൊരു പ്രഷറുണ്ട്. അത് മേ ബി ഈ പറഞ്ഞ IT സെക്ടർ മൊത്തത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചസ് ആണ്. അത് ഈ കമ്പനിക്ക് മാത്രമായിട്ടുള്ളതല്ല. അതുപോലെ തന്നെ ഷെയർ ഹോൾഡിംഗിൽ നോക്കുമ്പോൾ നമുക്ക് പ്രൊമോട്ടർ സ്റ്റേബിളാണ്. FII ചെറിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. DII ചെറിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ ഹോൾഡിംഗ് കുറഞ്ഞാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഏതാണ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ വലിയ ഇൻവെസ്റ്റേഴ്സിന് അതിനകത്തുള്ള കമ്പനിയിലുള്ള കോൺഫിഡൻസ് കൂടി വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അവരുടെ കോൺകൂടുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കത് കേട്ട് കൂടുതൽ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് ഇന്ന് വന്നിരിക്കുന്ന കമ്പനികളിൽ ബജാജ് കൺസ്യൂമർ വന്നിട്ടുണ്ട്. ബജാജ് കൺസ്യൂമറും കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിലവിൽ 23 ROC ഒക്കെ നിങ്ങൾക്ക് നോക്കാം. 23 നിന്ന് അത് 24 കൂടുന്നു. 3 വർഷം കൊണ്ട്, ലാസ്റ്റ് 12 മാസം കൊണ്ട് 30 ROC കൂടുന്നു. അതുപോലെ ROEയിലും ഇതേ രീതിയിലുള്ള ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. 19 സ്റ്റേബിളായിട്ട് നിൽക്കുന്നു. 3 വർഷത്തെ ആവറേജും 5 വർഷത്തെ ആവറേജും, ലാസ്റ്റ് വർഷം 12 മാസം കൊണ്ട് 25. അപ്പം കമ്പനി നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല ബിസിനസ്സിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. PE റേഷ്യോ നോക്കും 41 ആണ് ഇൻഡസ്ട്രി PE എങ്കിൽ 38 കമ്പനിയുടെ PE. അതിപ്പം PE റേഷ്യോ താഴെയാണല്ലോ നിൽക്കുന്നത്. ഇനി 153 ഇൻട്രൻസിക് വാല്യൂ, 660 അതിന്റെ മാർക്കറ്റ് റേറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് റിസൾട്ടിലോട്ട് പോകുമ്പോൾ 41 കോടിയാണ് കഴിഞ്ഞ വർഷം ജൂണിലുണ്ടായിരുന്നത്. അത് ഇരട്ടിയായിട്ടുണ്ട്, 83 കോടി രൂപയാണ്. ടോപ്പ് ലൈനിലും ഇതേപോലുള്ള ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇരട്ടിയായിട്ടില്ല. പക്ഷേ അവർ എക്സ്പെൻസിൽ അത് മാനേജ് ചെയ്തു. 273 കോടി അവർക്ക് സെയിൽസ് ഉണ്ടായിരുന്നപ്പം അവരുടെ എക്സ്പെൻസ് 232 കോടിയായിരുന്നു. ഇപ്പം 342 കോടിയായിട്ട് സെയിൽസ് കൂടിയപ്പോൾ 258 കോടിയായിട്ട് എക്സ്പെൻസ് കൂടിയിട്ടുള്ളൂ. അപ്പം സെയിൽസ് കൂടുതൽ, അത്രയൊന്നും എക്സ്പെൻസ് കൂടുന്നില്ല നമ്മൾ മനസ്സിലാക്കണം. അത് നല്ല സൈനാണ്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറും റിസൾട്ട് ബെറ്റർ ആണ്. OPM മാർജിൻ കഴിഞ്ഞ വർഷം 15% ആയിരുന്നെങ്കിൽ ഇപ്പോൾ 24%. ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ബെറ്റർ ആയിട്ടാണ് OPM നിൽക്കുന്നത്. ഓക്കെ, പിന്നെ 25 നമ്മുടെ സെയിൽസ് ഗ്രോത്ത് 25%. സെയിൽസ് ഗ്രോത്ത് 25% കൂടിയപ്പോഴേക്കും നോക്കണം, പ്രോഫിറ്റ് ഗ്രോത്ത് 76% നമുക്ക് കൂടിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് കമ്പനിയുടെ പെർഫോമൻസ് പോകുന്നത്. ഇക്വിറ്റി ഡൈല്യൂഷൻ ഇല്ല എന്ന് മാത്രമല്ല, താഴോട്ടാണ് വന്നിരിക്കുന്നത്. റിസർവ് നല്ല രീതിയിൽ റിസർവ് ഉണ്ട്. ബോറോവിങ്സ് 742 കോടി രൂപ റിസർവ് ഉള്ള ഒരു കമ്പനിക്ക് 16 കോടി രൂപയാണ് ബോറോവിങ്സ്. അതുപോലെ അവർ ടാക്സ് സേവിങ്സിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ ബോറോവിങ്സ് എടുത്തിട്ടിരിക്കുന്നതായിരിക്കാം. ഓക്കെ, ക്യാഷ് വർക്കിംഗ് അവർ ക്യാപെക്സ് 27 കോടി രൂപ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ക്യാഷ് ഫ്ലോ പോസിറ്റീവാണ്, 197 കോടി രൂപയുണ്ട്. ഓക്കെ, പിന്നെ ആകെ നമുക്കൊരു പ്രഷർ ഇവിടെ കാണാൻ പറ്റുന്നത് ക്യാഷ് കൺവേഴ്സിംഗ് സൈക്കിളിൽ മാത്രമാണ്. അതിപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഓൾ ഓവർ ഒരു സംഭവമായിട്ട് നമ്മൾ കാണണം. അത് മെയിനായിട്ട് ഇൻവെന്ററി ഡേയ്സ് കൂടിയിട്ടുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം ക്യാഷ് കൺവേഴ്സിംഗ് സൈക്കിളിൽ പ്രഷർ വന്നിരിക്കുന്നത്. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ 16 അത് പ്രൊമോട്ടർ സ്റ്റേബിളാണ്. FII ചെറിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. DII കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിലെ ഹോൾഡിംഗ് കുറഞ്ഞാണ് വരുന്നത്. നല്ല സൈനാണ്. അവരുടെയും ഏണിങ്സ് കോഡ് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. എനിവേ റേറ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റേറ്റിംഗ് റീഅഫൈംഡ് ആണ്. അപ്പം അതും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൂചന തന്നെയാണ്. ഓക്കെ, അപ്പം ബജാജ് കൺസ്യൂമർ. ഇനി അടുത്ത് ICICI പ്രൊഡൻഷ്യൽ ആണ്. അതിന്റെ റിസൾട്ട് സ്ക്രീനറിലൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല, കുറച്ച് നേരമായിട്ട് വന്നിട്ട്. എനിവേ അതൊരു AMC കമ്പനിയാണ്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളിലൊക്കെ SIP ഒക്കെ ഒരുപാട് നല്ല രീതിയിൽ ഇപ്പോൾ ആളുകളുടെ ഇടയിലോട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബെനിഫിഷ്യറി ആവുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ഇപ്പോൾ 115 അവരുടെ ROC. അപ്പോൾ എത്രത്തോളം വലിയ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കിയാൽ മതി. 102 നിന്ന് 109 ആവുന്നു. ലാസ്റ്റ് വർഷം അത് 115 ആകുന്നു ROC. ROEയും അതുപോലെ തന്നെ 80 നിന്ന് 82 ആവുന്നു. ഇപ്പോൾ 85 റിട്ടേൺ ഓൺ ഇക്വിറ്റിയും നിൽക്കുന്നു. ഇൻഡസ്ട്രി PE 41, 48 സ്റ്റോക്കിന്റെ PE റേഷ്യോ. കടം 242 ഇൻട്രസ്റ്റ് കവറേജ്. കടം വളരെ കുറവാണ്. ഓക്കെ, 1316 കോടി രൂപയാണ് അതിന്റെ ഇൻട്രൻസിക് വാല്യൂ. 3205 മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു കമ്പനി സ്വാഭാവികമായിട്ടും അതൊരു ഗ്രോത്ത് സ്റ്റേജിലാണ്. അത് അണ്ടർ വാല്യൂ ആയിട്ട് ഒരിക്കലും നിൽക്കില്ല എന്നുള്ളതോടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും തന്നെ ഇതേ രീതിയിലൊക്കെ തന്നെയാണ്. ഇൻട്രൻസിക് വാല്യൂനെ കഴിഞ്ഞ് മുകളിലാണ് നല്ല AMC കമ്പനികളെല്ലാം നിൽക്കുന്നത്. നമ്മുടെ ICICI AMC ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള ഏറ്റവും വലിയ കമ്പനിയാണ്. ഇനി അടുത്ത് നമ്മൾ അവരുടെ ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുമ്പോൾ സെയിൽസ് ഗ്രോത്ത് 25% ആണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് 24% കൂടിയിട്ടുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റലിലെ ഡൈല്യൂഷൻ നടന്നിട്ടുണ്ട്. അത് ഈ ലിസ്റ്റിംഗും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതുകൊണ്ടാണ്.
ഓക്കെ, പിന്നെ റിസർവ്, നല്ല റിസർവ് ഉണ്ട്, ബോറോയിങ് 0 ആണ്, കാണുന്നേ ഇല്ല. ഓക്കെ, പിന്നെ ക്യാഷ് ഫ്ലോ, നല്ല ക്യാഷ് ഫ്ലോ ഉണ്ട്. എം സി കമ്പനിക്ക് അങ്ങനെ ക്യാപിക്സിന്റെ ഒന്നും ആവശ്യമൊന്നും അധികം വരുന്നില്ല, അറിയാലോ. പിന്നെ നമുക്ക് അവരുടെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ പ്രൊമോട്ടർ 87%, FI 2.40 DI കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ 2%, 2.2% ഹോൾഡിംഗ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കമ്പനികൾ പെർഫോം ചെയ്തു തുടങ്ങും. വിൽക്കാൻ ആൾ വളരെ കുറവാണ്, റീറ്റെയിൽ ആൾക്കാരാണ് കൂടുതൽ വിൽക്കുന്നത്. ആ പബ്ലിക്ക് 2.82% ഉള്ളൂ. ഇവിടെ ഏണിംഗ്സ് സ്കോറൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ റിസൾട്ട് ഞാൻ പറയാം. റിസൾട്ട് എക്സ്ചേഞ്ച് സൈറ്റുകളിലാണ് അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. നിലവിൽ നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ സെയിൽസ് നോക്കുന്നതിനും 13,306 നിന്ന് 15,642 വന്നിട്ടുണ്ട്. ഓക്കെ, അതർ ഇൻകം 1,808 അതർ ഇൻകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് മില്യൺസിലാണ് ഇതിന്റെ കണക്ക് വരുന്നത്. എന്നുവെച്ചാൽ 1 മില്യൺ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ പ്രോഫിറ്റ് ഓഫ് ദ പീരീഡ് 783 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം ജൂണിലെങ്കിൽ. ഇപ്പം 964 കോടി രൂപയായിട്ട് നല്ല ഒരു പെർഫോമൻസ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതിന്റെ റിഫ്ലക്ഷൻ EPS നമുക്ക് കാണാൻ പറ്റും. 15 രൂപയെന്ന് ഇപ്പം EPS 19 രൂപ 50 പൈസയായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ICICI AMC നമ്മുടെ വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൽ കൂടുതൽ നമ്മൾ ജസ്റ്റ് ഞാൻ റിസൾട്ട് മാത്രമാണ് പറയുന്നത്. റിസൾട്ട് ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് നല്ല റിസൾട്ട് വന്നിരിക്കുന്ന കമ്പനികൾ മാത്രമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഫണ്ടമെന്റൽ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് അത് എടുക്കേണ്ട രീതി, നമ്മൾ ഏത് സ്റ്റോക്കും നമ്മൾ ഫണ്ടമെന്റലി ബെറ്റർ ആണെന്ന് പറഞ്ഞ് അപ്പോൾ പോയി എടുക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് അത് എടുക്കേണ്ട ഇപ്പം ഏറ്റവും നല്ല ബൈ എടുക്കേണ്ട ഏരിയകളുണ്ട്. ആ ഏരിയകൾ കണ്ടുപിടിച്ച് ബൈ എടുക്കാനായിട്ട് നിങ്ങൾ ഐറിസ് അക്കാഡമി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ദിവസം നമുക്ക് റിസൾട്ട് വന്നിരിക്കുന്ന കമ്പനികളിൽ നമ്മുടെ ജസ്റ്റ് ഡയലൊക്കെ ഇന്ന് 20% അബവ് റിട്ടേൺ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല റിസൾട്ട് വരുന്ന കമ്പനികൾ നല്ല രീതിയിൽ റിട്ടേൺ കൊടുക്കും. എന്തെന്നൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് കമ്പനിയുടെ ഏണിങ്സും ഗൈഡൻസുമാണ് ആ സ്റ്റോക്കിന്റെ ഗതിയെ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ഫണ്ടമെന്റലുള്ള ഏറ്റവും നല്ല റിസൾട്ട് വന്നിരിക്കുന്ന കമ്പനികളിൽ സ്വിംഗ് ട്രേഡോ അല്ലെങ്കിൽ പൊസിഷൻ ഹോൾഡിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് റിട്ടേൺ കിട്ടും. നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് കുറയും. കാരണം നമ്മൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിലും നല്ല ഗൈഡൻസ് ഉള്ള കമ്പനികളിലുമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള കമ്പനികളിൽ വരുന്ന ഡിപ്പുകൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിനകത്ത്. അത് നോളജാണ്. ആ നോളജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഐറിസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഏത് കാര്യങ്ങൾക്കും സ്റ്റോക്കുമായിട്ടോ മാർക്കറ്റുമായിട്ടോ ബന്ധപ്പെട്ട് ഫണ്ടമെന്റലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഐറിസ് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.